ഉത്സവത്തിൻ്റെ സമയത്ത് ഭഗവാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ ചുറ്റമ്പലത്തിലായിരിക്കും, ചിലപ്പോൾ പുറത്തും ആയിരിക്കും കേട്ടോ അങ്ങനെ കടകൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉത്സവത്തിൻ്റെ 2ാം ദിവസമാണ്. ഇന്നത്തെ ദൃശ്യങ്ങളും വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും എല്ലാവരും കാണുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഇന്ന് നാലമ്പലത്തിലെയും അതുപോലെ തന്നെ ചുറ്റമ്പലത്തിലെയും അങ്ങനെ അവിടെയൊക്കെ എന്തൊക്കെ നടന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് രാവിലെ തന്നെ നടന്നത് ദിക്ക് കൊടി സ്ഥാപിക്കൽ എന്നതായിരുന്നു. അതായത് ഞാൻ അതിനെക്കുറിച്ച് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 4 ചുറ്റിലും ദിക്ക് കൊടികൾ സ്ഥാപിക്കുക. കൊടികൾ സ്ഥാപിക്കുക എന്താണ് കേട്ടോ. അപ്പോൾ അത് ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നടന്നിരിക്കുകയാണ് ഈ 2ാമത്തെ ദിവസത്തിൽ. അപ്പോൾ അതിനുശേഷം മുളപൂജ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ശ്രീഭൂതബലി അകത്തൊരു പ്രദക്ഷിണം ചെയ്തു. പിന്നെ 2ാമത്തെ പ്രദക്ഷിണം സപ്തമാതൃക്കളുടെ അവിടെ ഭഗവാനെ സുവർണ്ണ പഴുക്കാ മണ്ഡപത്തിൽ ഇരുത്തി. അങ്ങനെ കുറച്ച് നേരം ഭഗവാൻ അവിടെ ഇരുന്ന് ഭക്തന്മാർക്ക് ദർശനം നൽകി. പിന്നെ ഇന്ന് കൂത്തമ്പലത്തിൽ ചാക്യാർ കൂത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്. ഇനിയും ഉണ്ട് കേട്ടോ, ഇനിയും ധാരാളം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഇന്ന് നടക്കും എന്നറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിലെല്ലാം ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇന്ന് എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞത്. ഇന്ന് നടന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ദൃശ്യങ്ങൾ, ഗുരുവായൂർ അമ്പലത്തിലെ ദൃശ്യങ്ങൾ കുറച്ച് കാണാം. ഇന്ന് ഉത്സവത്തിൻ്റെ 2ാം ദിവസമാണ്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ ഭഗവാന്റെ പ്രസാദം കൊടുക്കാനായിട്ട് തുടങ്ങി. അതായത് കഞ്ഞിയും പുഴുക്കും കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരോടായിട്ട് പറയാനുള്ളത്, ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവത്തിന് വരുന്ന എല്ലാവരും കഞ്ഞിയും പുഴുക്കും കഴിക്കാതെ പോകരുത് എന്ന് തന്നെ പറയാം. കാരണം ഭഗവാന്റെ പ്രസാദം അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് കേട്ടോ. എന്തായാലും നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ കാണാം. പിന്നെ കഞ്ഞിയും പുഴുക്കും കഴിച്ചു വരുന്നവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ്. അവിടെ കഞ്ഞിക്ക് നമ്മൾ കഴിക്കുമ്പോൾ കയ്യിൽ പ്ലാവിലക്കൈയിലാണല്ലോ യൂസ് ചെയ്യുക. ആ പ്ലാവിലക്കൈ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ആ കയ്യിൽ ഉണ്ടാക്കാനായിട്ട് സഹായിക്കാം കേട്ടോ. അവിടെ കുറച്ച് പേരൊക്കെ അവിടെ ജോലിയായിട്ട് ചെയ്യുന്നവരുണ്ട്. ബാക്കി മിക്ക ആൾക്കാരും അവിടെ ഈ കഞ്ഞിയൊക്കെ കുടിച്ച് വന്ന് സഹായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഭഗവാനിൽ അർപ്പിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഭഗവാന്റെ ഭക്ഷണം കൊടുക്കുകയല്ലേ, അപ്പോൾ അതിന് നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതിന് കുറച്ച് കയ്യിലൊക്കെ ഉണ്ടാക്കി, പ്ലാവിലെ കയ്യിലൊക്കെ ഉണ്ടാക്കി സഹായിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടെ കുറേ പേര് അവിടെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സഹായിക്കാം കേട്ടോ. പിന്നെ ഇന്ന് നടക്കാൻ പോകുന്ന, അതായത് ഞാനിന്ന് വൈകുന്നേരമാണിത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭഗവാന്റെ സ്വർണ്ണപ്പഴുക്കാ മണ്ഡപം എഴുന്നള്ളിച്ചിരുത്തുന്നത്. അപ്പോൾ അത് ചുറ്റമ്പലത്തിലാട്ടോ രാത്രിയിൽ എഴുന്നള്ളിച്ചിരുത്തുക. അപ്പോൾ അത് എല്ലാവരും സാധിക്കുന്നവരൊക്കെ പോയി കാണുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും പുണ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുന്നില്ല. അത് എന്തായാലും അത് സാധിക്കുന്നവരൊക്കെ പോയി കാണുക.
പിന്നെ ഇന്ന് അമ്പലത്തിൽ ലൈറ്റുകളൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉത്സവമല്ലേ ഭഗവാന്റെ, അപ്പോൾ എല്ലാ വർഷവും വെക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ലൈറ്റുകളൊക്കെ നല്ല രസമുണ്ട്. പിന്നെ അത് മാത്രമല്ല ചുറ്റുപാടുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇതിൽ 2 പ്രാവശ്യം അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. രാവിലെയും പോയിട്ടുണ്ടായിരുന്നു, രാത്രി വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് രാത്രിയും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും മിക്സ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളാരും ഇതെന്താ 2 സമയം എന്ന് വിചാരിക്കരുത്. അത് ഞാൻ രാവിലെയും വൈകുന്നേരം പോയതിൻ്റെ ഒരുമിച്ചാട്ടോ കാണിക്കുന്നത്. പിന്നെ ധാരാളം പരിപാടികളും സ്റ്റേജുകളൊക്കെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ രാധാമാധവ നൃത്തം അത് നമുക്ക് കാണാം. രാധയും ഗോപികമാരും ചേർന്നുള്ള രാധാമാധവ നൃത്തം. കറുമ്പനാണ് കണ്ണൻ, കുറുമ്പനാണ് കണ്ണൻ, കള്ളനാണ് കണ്ണൻ, നീലക്കമലനയന കണ്ണൻ, മണ്ണു തിന്ന കണ്ണൻ. അപ്പോൾ ഇതിൽ മുഴുവനില്ല കേട്ടോ. അപ്പോൾ മുഴുവൻ വീഡിയോ നാളെ ഇടുന്നതായിരിക്കും. രാധാമാധവ നൃത്തത്തിൻ്റെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഭഗവാനും അങ്ങനെ ഗോപികമാരൊക്കെ കൂട്ടി ചേർന്ന് നല്ല മനോഹരമായ നൃത്തമായിരുന്നു. ഒരു ഭാഗത്ത് തിരുവാതിരക്കളി, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വേറെ പരിപാടികൾ, നൃത്തവും ക്ലാസിക്കൽ ഡാൻസും. അതിനിടയിൽ ഈ ഒരു രാധാമാധവ നൃത്തം ആടിയത് ഗണപതിയുടെ അവിടേക്ക് പോകുന്ന ഒരു വഴിയുണ്ടല്ലോ, അവിടെയാട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് സ്റ്റേജിലായിരുന്നില്ല. അപ്പോൾ അതുകൂടി ഈ ഒരു നൃത്തത്തിനെ കൂടുതൽ മനോഹരമാക്കി. അത് മാത്രമല്ല, കുറേ സ്റ്റേജുകൾ അവിടെ ഇവിടെയൊക്കെ കെട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും നല്ല പരിപാടികളൊക്കെ ആയിരുന്നു നടന്നത്. പിന്നെ ഒരു വിശേഷപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇന്നത്തെ നമ്മുടെ ഉച്ചപൂജാലങ്കാരം എല്ലാവരും കണ്ടു വിചാരിക്കുന്നത് നമ്മുടെ ചാനലിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ അലങ്കാരം ഭഗവാൻ ഒരു കയ്യിൽ ഓടക്കുഴലും മറ്റേ കയ്യിൽ ബലൂണും പിടിച്ചിരിക്കുന്ന ഒരു ഉച്ചപൂജാലങ്കാരമായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്, ഈ ഒരു ഉത്സവം നടക്കുകയല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഉത്സവത്തിന് കുട്ടികളൊക്കെ ബലൂണൊക്കെ വാങ്ങിച്ച് അച്ഛന്മാരോടൊക്കെ പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കുമല്ലോ, അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഭഗവാന് കുട്ടികളെ പോലെ ആ ഒരു ഉത്സവത്തിൻ്റെ സമയത്ത് ഭഗവാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ ചുറ്റമ്പലത്തിലായിരിക്കും, ചിലപ്പോൾ പുറത്തും ആയിരിക്കും കേട്ടോ. അങ്ങനെ കടകളുടെ അവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ബലൂണൊക്കെ വാങ്ങിച്ച് പോകുന്നത് കണ്ടപ്പോൾ ഭഗവാന് തോന്നുകയാണ് എനിക്കും ബലൂൺ വേണം തോന്നുകയാണ്. അങ്ങനെ മേൽശാന്തിനോട് പറഞ്ഞിട്ട് ബലൂണ് വാങ്ങുകയാണ്. അങ്ങനെയാണ്. അപ്പോൾ ബലൂൺ വാങ്ങുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഓടക്കുഴലിനെ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഓടക്കുഴൽ വിഷമാവുമല്ലോ. അതുകൊണ്ട് ഒരു കയ്യിൽ ഓടക്കുഴലും മറ്റേ കയ്യിൽ ബലൂണും പിടിച്ചിട്ടാണ് ഭഗവാൻ ഇന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നോട്ടീസിൻ്റെ ഫോട്ടോ ഇടുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ, തീർച്ചയായും ചെയ്തു തരുന്നതാണ്. ഇങ്ങനത്തെ ഗുരുവായൂർ അമ്പലത്തിന് കുറേ അധികം വിഷ്വൽസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് മൊത്തം നമ്മൾ കാണിക്കുന്നില്ല, കാരണം നമ്മുടെ സമയം വളരെയധികം ലെങ്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നാളെ കൂടുതൽ കാണിക്കുന്നതായിരിക്കും. നാളെ ശ്രീഭൂതബലി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും ഇതേ സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് കുറേ കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളത്തേൽ നമ്മളൊരു ചെറിയ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ പറയുന്നുണ്ട്. കഥയും ഒപ്പം ഉത്സവത്തിൻ്റെ വിഷ്വൽസ് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്വൽസും അങ്ങനെ എല്ലാം കിട്ടാനായിട്ട് നമ്മുടെ ചാനലായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.